ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എൻ്റെ തുമ്മൽ പെട്ടെന്ന് നിന്നു. അപ്പോൾ എനിക്കറിയണില്ല, ഞാൻ അറിയുന്നില്ല ഈ ബെഡ് ഉപയോഗിച്ചിട്ടാണ് ഈ വെള്ളം കുടിച്ചിട്ടാണെന്നുള്ളത് അറിയണില്ല. തുടർന്നൊരു 15-20 ദിവസം കഴിഞ്ഞപ്പോൾ രാത്രി കൂർക്കമ്പലിയൊക്കെ ഉണ്ടായിരുന്നു, നന്നായിട്ട് കൂർക്കമ്പലിയായിരുന്നു, ഭയങ്കര ശബ്ദമായിരുന്നു. അതൊക്കെ വീട്ടിലിങ്ങനെ ചർച്ച ചെയ്യും. ഇപ്പോൾ കൂർക്കമ്പലൊന്നും ഇല്ലല്ലോ. രാത്രി കിടന്നിട്ട് ഉറക്കത്തിലിറങ്ങിട്ട് ശ്വാസം കിട്ടാണ്ടുള്ള ഭയങ്കര പ്രയാസങ്ങൾ വരുമായിരുന്നു. അതൊക്കെ കുറഞ്ഞിട്ട് മാറി. അതിങ്ങനെ സംസാരം നടന്നുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ ഇതേമാതിരി നമ്മൾ ഈ പൈപ്പ് ഇടാനായിട്ട് റോഡ് പൊളിച്ചിട്ടിട്ട് ആ സൈഡിൽ കൂടെ ഞാൻ അങ്ങോട്ട് പോകണം. പോകുമ്പോൾ എൻ്റെ ഫ്രണ്ടിലൊരു ഓട്ടോ, പക്ഷേ എനിക്ക് പോകാൻ എന്ത് ചെയ്താൽ പറ്റണില്ല. ഈ പൊടി മുഴുവൻ ഞാൻ ശ്വസിക്കുന്നു. അപ്പം ഞാനന്ന് കണക്കാക്കി, ഇന്ന് ഞാൻ കുടുങ്ങിയത് തന്നെ. പക്ഷെ അന്ന് ഞാൻ എനിക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഒരു മാസം ഏകദേശം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫുള്ളായിട്ട് എനിക്കൊരു തുമ്മലുമില്ല, ഗുളികയും കഴിക്കില്ല. അല്ലെങ്കിൽ ആഴ്ചയിൽ 4-5 ഗുളിക അലർജിയുടെ കഴിക്കണമായിരുന്നു. ഞാൻ കഴിക്കണമില്ല, മേടിക്കണമില്ല. പിന്നീട് മനസ്സിലായത് ഈ സാധനത്തിൽ ഞാൻ കിടക്കുന്നത് കൊണ്ടാണ്, ഇത് ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഇതിൻ്റെ കുറഞ്ഞതെന്നുള്ളത് ബോധ്യം. അതേമാതിരി എൻ്റെ വൈഫിന് ആൻറ്റിഗ്രാം കഴിഞ്ഞാണ്. പുള്ളിക്കാരത്തിക്ക് ഞരമ്പിൻ്റെ ചെറിയ ഞരമ്പുകളൊക്കെ ബ്ലോക്കാണ്. രാവിലെ എന്ത് ചെയ്ത് എണീക്കാൻ പറ്റില്ലായിരുന്നു. ഈ ഞരമ്പിൻ്റെ ഗുളിക കഴിച്ച് കിടന്ന് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ എണീക്കാൻ പറ്റില്ല. പുള്ളിക്കാരത്തി ഇതേമാതിരി ആദ്യം 4 മണിക്ക് എത്തുന്ന അതേ ടൈമിൽ തന്നെ എണീക്കാൻ തുടങ്ങി. തളർച്ചയും കുറഞ്ഞ് നല്ല ഉഷാറായി. ഞങ്ങൾക്ക് പഴയ ഒരു ക്രമത്തിൽക്കാണ്ട് വന്ന് ഇപ്പം ഏതാണ്ട് 6 മാസമായിട്ട് ഗുളിക കഴിക്കുന്നില്ല. അധികം ഞരമ്പിൻ്റെ ഗുളിക കഴിക്കുന്നുണ്ട്, പക്ഷേ എനിക്കിനി അലർജിയില്ല. അലർജിയുടെ ഗുളിക മാറ്റി, ഷുഗറിൻ്റെ ഗുളിക ഞാൻ കുറച്ചു. പ്രഷർ 5 ദിവസം വരെ ഞാൻ ഗുളിക കഴിക്കാണ്ടിരുന്നുണ്ട്. ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 180, 120 അതിലേക്ക് എത്തുന്ന പ്രഷർ ഇപ്പോൾ അതേ നോർമലിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഒരു 3, 4, 5 ദിവസം കഴിച്ചില്ലാന്ന് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അങ്ങനെ നിൽക്കണം. അപ്പോൾ എൻ്റെ അതേമാതിരി പഴയ എൻ്റെ ആ എനർജി കിട്ടിയിട്ടുണ്ട്. അതാണ് ഇപ്പോഴത്തെ എൻ്റെ അനുഭവം. യെസ്.